കർക്കടകം രാശിക്കാരെ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് ഇപ്പോൾ സാധാരണമായ ഒന്നല്ല. നിങ്ങൾ ഉറങ്ങുമ്പോഴും പ്രപഞ്ചം നിങ്ങളുടെ പേരിൽ പണിയെടുക്കുകയാണ്. അത് ഒരു അദ്ഭുത രഹസ്യയന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. നിങ്ങളെ മുന്നോട്ടു കൊണ്ടുപോകാൻ, നിങ്ങളുടെ പഴയ വേദനകളെ മറികടക്കാൻ, നിങ്ങളുടെ ആത്മാവിന്റെ കുഴികളിൽ വെളിച്ചം നിറയ്ക്കാൻ. ഈ കാലഘട്ടം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ആഴമേറിയ ആത്മയുദ്ധത്തിന്റെ സമയമാണ്. പുറം ലോകം നിങ്ങളെ കാണുന്നത് ശാന്തമായ ഒരാളായി ആയിരിക്കും. പക്ഷേ ഉള്ളിൽ ഒരു വലിയ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ തീ ആഗ്രഹത്തിന്റെ തീയല്ല, മറിച്ച് ദൈവിക പുനർജന്മത്തിന്റെ തീയാണ്. വർഷങ്ങളായി അടങ്ങിപ്പോയ ആ ദ്രോഹം, നിരാശ, നഷ്ടം എല്ലാം ഇപ്പോൾ മൂടിയ മേഘങ്ങളിൽ നിന്നും പുറപ്പെടുകയാണ്. നിങ്ങളിൽ ഒരു പുതിയ രൂപം ജനിക്കുന്നു. പ്രപഞ്ചം നിങ്ങൾക്കായി പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ സമയങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാനാവില്ല. പക്ഷേ നിങ്ങളെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓരോ രാത്രിയും പ്രപഞ്ചം പിന്നിൽ നിങ്ങളുടെ വിധിയെ പുനർ എഴുതുന്നു. ഇതാണ് ആ അവിശ്വസനീയ ഘട്ടം. നിങ്ങൾ മിണ്ടാതിരിക്കുക. പ്രപഞ്ചത്തിന്റെ ചെവികൾ നിങ്ങളുടെ ഹൃദയധ്വനി കേൾക്കുന്നു. നിങ്ങൾ പറയാത്തതും പ്രപഞ്ചം കേൾക്കുന്നു. കർക്കടക രാശിക്കാരന്മാരുടെ വികാര തീവ്രത തന്നെ പ്രപഞ്ചത്തിലെ തരംഗങ്ങളെ മാറ്റുന്ന ശക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങുമ്പോഴും ഗ്രഹങ്ങൾ അവരുടെ സ്ഥാനങ്ങൾ മാറ്റുന്നത് നിങ്ങൾക്കായി. ഗുരു നിങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ കാന്തിക പ്രതാപം വിതറുന്നു. നിങ്ങളുടെ പരിശ്രമങ്ങൾ ഫലം കാണാത്തതെന്ന തോന്നലുണ്ടായിരിക്കും. പക്ഷേ അതൊരു മായയാണ്. ആ മായയുടെ പിന്നിൽ ഗുരു ഇപ്പോൾ നിങ്ങളുടെ മാർഗം വൃത്തിയാക്കുകയും അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. ഒരുപാട് വർഷങ്ങൾ കാത്തിരിപ്പിന്റെ വേദനയിൽ നിന്നാണ് ഈ അനുകൂല ഘട്ടം രൂപപ്പെട്ടത്. ഇനി കാണും, ഒന്നിനു പിന്നാലെ ഒന്ന് നല്ല വാർത്തകൾ, അത്ഭുതപ്പെട്ട അവസരങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവുകൾ. എന്നാൽ സാനിയുടെ ദർശനം ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ചില കടുത്ത പരീക്ഷണങ്ങൾ തുടരുന്നുണ്ട്. അതിനു ഭയപ്പെടേണ്ടതില്ല. സാനി ദുഷ്ടനല്ല. അവൻ നിങ്ങളെ ഉറപ്പുവരുത്തുകയാണ്. നിങ്ങളുടെ അടിത്തറ ശക്തമാക്കുകയാണ്. നിങ്ങൾ തെറ്റായ ആളുകളെ വിട്ടുമാറാതെ മുന്നോട്ടു പോകരുതെന്നും പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ബന്ധങ്ങൾ പരീക്ഷിക്കപ്പെടും, ചിലത് പൊളിയും. പക്ഷേ ഓരോ പൊളിയും പിന്നിൽ ഒരു പുനർജന്മം ഉണ്ടാകും. അടുത്ത 7 ദിവസത്തിനുള്ളിൽ എന്തോ ഒരുപാട് ശക്തമായ മാറ്റം സംഭവിക്കും. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു ചെറിയ തീരുമാനം പ്രപഞ്ചത്തിൽ ഒരു വലിയ തരംഗം ഉണർത്തും. നിങ്ങൾ ആ തീരുമാനം എടുത്തതുപോലെ തന്നെ പ്രപഞ്ചം അതിന് മറുപടി കൊടുക്കും. അത്ര ശക്തമായ ബന്ധമാണിത്. രാഹു ഇപ്പോൾ നിങ്ങളുടെ ദിശകളെ അല്പം മങ്ങിയുമാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ചില സായൻ, ചില ആശയക്കുഴപ്പം. പക്ഷേ അതൊരു ഭാഗിക മറ കാണുന്നതുപോലെ. അതിന്റെ അടിയിൽ അനന്തമായ സാധ്യതകൾ കിടക്കുന്നു. രാഹുവിന്റെ മായ്ത്തമ്മിൽ നിന്ന് പുറത്തുവരുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമായി തോന്നും എത്ര വലിയ വഴികൾ നിങ്ങളെ കാത്തുനിൽക്കുന്നു എന്ന്. കുടുംബ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ശാന്തത വരും. ഏറെ കാലമായി വാക്കുകളിലൂടെയും നിശബ്ദതയിലൂടെയും ഉണ്ടായ ദൂരം ഇപ്പോൾ കുറയുന്നു. ആരോ ഒരാൾ നിങ്ങളുടെ മനസ്സിലെ വേദന മനസ്സിലാക്കും. അതൊരു സഹോദരൻ ആകാം, അമ്മ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ആത്മാവിന്റെ മറുവശം. ആ ബന്ധത്തിന്റെ പുനർജീവനം നിങ്ങളുടെ ഹൃദയത്തെ വീണ്ടും ജീവനുള്ളതാക്കും. പ്രണയബന്ധങ്ങൾക്കുള്ളിൽ കർക്കടക രാശിക്കാരൻ ഇപ്പോൾ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നു. ഇത് പിന്തിരിയാനുള്ള കാലമല്ല, മറിച്ച് സത്യസന്ധതയിലേക്ക് കടക്കാനുള്ള ഘട്ടമാണ്. ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചുവരാനുണ്ട്. അത്രയധികം സത്യമായി, അത്രയധികം ദൈവികമായി. നിങ്ങൾ പോലും അത്ഭുതപ്പെടും അവർക്കെങ്ങനെ അത്രയധികം നിങ്ങൾക്കിഷ്ടം ഉണ്ടെന്നു. നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളെ കാണാതെ കാത്തിരിക്കുന്ന അംഗീകാരം അടുത്ത 15 ദിവസത്തിനുള്ളിൽ പുറത്തുവരും. ഗുരുവിന്റെ ദൃഷ്ടി അത് പ്രാപ്തിയാക്കുന്നു. നിങ്ങളുടെ പഴയ പിഴവുകൾ ശുദ്ധീകരിച്ച് പ്രപഞ്ചം നിങ്ങളെ പുതിയ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു. അതിനെ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് അതു അർഹമാണ്. നിങ്ങളുടെ ഉത്സാഹം, പ്രാർത്ഥന, ആത്മസമർപ്പണം എല്ലാം അതിന്റെ ഫലങ്ങൾ കൊണ്ടുവരുന്നു. കർക്കടകം രാശിക്കാരെ, നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്ന ഘട്ടം ആഴമേറിയതാണ്. മറ്റുള്ളവർക്ക് അതിന്റെ ശക്തി മനസ്സിലാകില്ല. പക്ഷേ പ്രപഞ്ചം നിങ്ങളുടെ ആത്മാവിൽ എഴുതിയിരിക്കുന്ന രഹസ്യങ്ങൾ അതിനകത്തുനിന്ന് തുറക്കുന്നു. ചിലരിൽ നിന്നുള്ള അകലം ഇപ്പോൾ അത്യാവശ്യമാണ്. ചില വാതിലുകൾ അടയുന്നത് തോൽവി കൊണ്ടല്ല, മറിച്ച് പുതിയ വാതിലുകൾ തുറക്കാൻ പ്രപഞ്ചം ആവശ്യപ്പെടുന്നതിനാലാണ്. ആ മറുപടി വേഗം നിങ്ങൾക്ക് കിട്ടും. ചില അനിശ്ചിതത്വങ്ങൾ ഇപ്പോൾ തീരുന്നതായി അനുഭവപ്പെടും. നിങ്ങളുടെ മനസ്സിൽ ഒരു നേരിയ സമാധാനതരംഗം പടരുമ്പോൾ തന്നെ യുഗാന്തരങ്ങളായി അടഞ്ഞുനിന്ന ഭാഗ്യം പ്രവർത്തനം ആരംഭിക്കും. അതാണ് ഗുരുവിന്റെ ദിവ്യമായ അനുഗ്രഹം. അവൻ നിങ്ങളെ നിശബ്ദമായി പിന്തുണയ്ക്കുകയാണ്. നിങ്ങളെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോയപ്പോഴും അവൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ തിരുത്തുകയാണ്. അടുത്ത 7 ദിവസങ്ങൾ അത്യന്തം പ്രത്യേകമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ പേജ് പ്രപഞ്ചം തുറക്കുകയാണ്.
ചിലർക്കായി അതൊരു വിളിയാണ്, ഒരു ദൂരപ്രദേശത്തു നിന്നുള്ള അവസരം, ഒരു പുതിയ ജോലി, അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരാൾ നൽകുന്ന ആത്മീയ പിന്തുണ. ഇതെല്ലാം നിങ്ങൾക്ക് കാണാനാകുന്നത് വേറൊരു അളവിലാണ്. ആരോഗ്യത്തിൽ ചെറിയ ഉത്കണ്ഠകൾ ഉണ്ടായേക്കാം, പ്രത്യേകിച്ച് ഉറക്കം സംബന്ധിച്ച പ്രശ്നങ്ങൾ. നാം രാത്രികളിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോഴും പ്രപഞ്ചം തന്നെയാണ്. അത് നിങ്ങളുടെ ശരീരത്തിലൂടെയും ബോധത്തിലൂടെയും തന്റെ സിഗ്നലുകൾ അയക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കൂ, ചില സ്വപ്നങ്ങൾ ആവർത്തിച്ചു കാണുന്നുണ്ടോ? അതിൽ തന്നെയുണ്ട് സൂചനകൾ, നിങ്ങളുടെ ദിനങ്ങൾ മാറ്റാനുള്ള അടയാളങ്ങൾ. രാഹുവും കേതുവും ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളെ പരീക്ഷിക്കുന്നു. പഴയ തെരുവുകളിൽ നിങ്ങളെ തിരിച്ചുകൊണ്ടുപോകുന്നുണ്ടാവാം. പക്ഷേ അവിടെ ഇനി ഒന്നുമില്ല. പുത്തൻ വഴികൾ തേടൂ. അതാണ് ഈ സമയത്തിന്റെ ആത്മാർത്ഥമായ ദൗത്യം. കേതുവിന്റെ ദൃഷ്ടി നിങ്ങളെ ആത്മീയമായ വളർച്ചയിലേക്ക് നയിക്കുന്നു. നിങ്ങൾക്കു തോന്നും എല്ലാം നഷ്ടമായതായി, പക്ഷേ അടുത്ത നിമിഷം നിങ്ങൾ കാണും എല്ലാം പുതുതായി ജനിക്കുന്നതായി. ചില ബന്ധങ്ങൾ ഇപ്പോൾ രണ്ടായി പോകുന്നതായിരിക്കും. അത് നിങ്ങളെ ദുഃഖിപ്പിക്കും, പക്ഷേ അത് പ്രപഞ്ചത്തിന്റെ പലയുപദേശങ്ങളിൽ ഒന്നാണ്. ശരിയായവരെ പിടിച്ചു നിർത്താൻ തെറ്റായവരെ വിട്ടുകളയണം. അതിനുശേഷം മാത്രമാണ് ഗുരുവിന്റെ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വതന്ത്രമായി എത്തുക. നീണ്ട നാളായി പൊറുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരവസ്ഥ ഇപ്പോൾ സ്വയം സ്ഫുടമാകും. ഒരാൾ നിങ്ങളെ മനസ്സിലാക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ അടച്ചുവെച്ച വേദന ഇപ്പോൾ നിങ്ങളുടെ കണ്ണീരിൽ നിന്ന് പുറപ്പെടും. അതിനുശേഷം നിങ്ങളെ കാണൂ, അവിശ്വസനീയമായ ആത്മശാന്തി നിങ്ങളുടെ നാഡികളിൽ ഒഴുകും. അതാണ് പ്രപഞ്ചം അയക്കുന്ന ചികിത്സ. സാമ്പത്തികമായി ഈ ഘട്ടം പുതിയ വാതിലുകൾ തുറക്കുന്നു. പഴയ കടങ്ങൾ തീർപ്പാക്കാനുള്ള അവസരം വരും. ചില അപ്രതീക്ഷിത സഹായങ്ങൾ അതിനായി എത്തും. ചിലർക്ക് ഒരു പഴയ നിക്ഷേപത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പഴയ വാഗ്ദാനത്തിൽ നിന്നോ പണം ലഭിക്കാം. ആ പണം പെട്ടെന്ന് വന്നുപോകില്ല, എന്നാൽ അത് നിങ്ങളുടെ ഭാവിക്ക് വിലയേറിയ അടിത്തറ തീർക്കും. നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അവസാനഘട്ടത്തിലാണ്. സാനി നിങ്ങളെ വളരെയധികം പരീക്ഷിച്ചു കഴിഞ്ഞു. ഇനി അവൻ നിങ്ങളെ പ്രതിഫലിപ്പിക്കാനാണ് തുടങ്ങുന്നത്. നീണ്ട നാളത്തെ പരിശ്രമത്തിന് മൂല്യം കാണാനുദ്യോഗം ചെയ്യും. നിങ്ങളുടെ വാക്കുകൾക്ക് ഭാരവും അർത്ഥവുമുണ്ടാകും. ചിലർ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ തുടങ്ങും. അതുതന്നെയാണ് നീണ്ടനാളത്തെ പ്രതിസന്ധിക്ക് ശേഷമുള്ള ഉയർച്ചയുടെ ആദ്യ സൂചന. വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള കർക്കടക രാശിക്കാർക്ക് ഇപ്പോൾ ഒരു അപ്രതീക്ഷിത വിജയം കാത്തിരിക്കുന്നു. നിങ്ങൾ സംശയിച്ച ഒരു പരീക്ഷണഫലം അത്ഭുതകരമായി അനുകൂലമായി തീരും. നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ നിന്ന് നിങ്ങളുടെ പകർപ്പുകൾ, ആശയങ്ങൾ, പരിശ്രമങ്ങൾ എല്ലാം തിരിച്ചുവരികയാണ്. പ്രപഞ്ചം നിങ്ങളുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങൾ പറയാൻ പോകുന്ന ഒരു ചെറിയ ആശയം പോലും മറ്റുള്ളവർക്കായിരിക്കും പ്രചോദനം. പ്രണയജീവിതത്തിൽ ഒരുതരം വീണ്ടെടുപ്പ് സംഭവിക്കുന്നു. നിങ്ങളെ അവഗണിച്ച, അകന്നുപോയ ഒരാൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇരികെ എത്താൻ തുടങ്ങി. എന്നാൽ ഈ തവണ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾ പഴയതുപോലെയല്ല. നിങ്ങളുടെ ആത്മാവിൽ ആത്മവിശ്വാസം വളർന്നിരിക്കുന്നു. നിങ്ങൾ ഒരാളോട് സ്നേഹിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇനി വീഴില്ല. നിങ്ങളാണ് ഇപ്പോൾ വഴികാട്ടി. പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ മന്ദഗതിയിലായി പോലെ തോന്നുന്നത്. വിശ്വസിക്കൂ, ആ മന്ദഗതിയാണ് നിങ്ങളുടെ രക്ഷ. ഗുരു എല്ലാം കൃത്യമായി സമയത്താക്കുകയാണ്. താങ്കളുടെ പ്രാർത്ഥനകളെ അദ്ദേഹം നിശബ്ദമായി കേൾക്കുന്നു. ആകാശത്തിലെ ഓരോ ഗ്രഹവും നിങ്ങളുടെ പേരിൽ സ്ഥാനമാറ്റം ചെയ്യുന്നു. അതാണ് അത്ഭുതം. ഒന്ന് ഓർത്തുകൂടെ, നിശബ്ദത ശക്തിയാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്നൊരു ശക്തമായ തരംഗം പ്രപഞ്ചത്തിലേക്ക് പോകുന്നു. ആ തരംഗം തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ ഭാവിയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഹൃദയം ശാന്തമാക്കൂ. കരച്ചിലും ദൃഢനിശ്ചയവുമെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണ്. കർക്കടകം രാശിക്കാരെ, നിങ്ങൾ ഉറങ്ങുമ്പോഴും പ്രപഞ്ചം നിങ്ങൾക്കായി പണിയെടുക്കുന്നു. കർക്കടകം രാശിക്കാരെ, ഇപ്പോൾ നിങ്ങൾ നിലകൊള്ളുന്നത് ഒരു അപ്രതീക്ഷിത വഴിത്തിരിവിന്റെ കവാടത്തിലാണ്. ചന്ദ്രന്റെ ദൃഷ്ടി നിങ്ങളുടെ ഹൃദയം തൊടുകയാണ്. അത് നിങ്ങളെ ആരാധനയിലേക്ക്, ആത്മീയതയിലേക്ക്, ഉൾനോട്ടത്തിലേക്ക് നയിക്കുന്നു. നിങ്ങൾ കണ്ടപ്നങ്ങൾ ഇനി വെറും ദൃശ്യങ്ങൾ മാത്രമല്ല. അവ ഇപ്പോൾ നിജജീവിതം ആക്കപ്പെടുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പ്രപഞ്ചം നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചിലർക്കായി ഇത് ധനസമ്പാദനത്തിനുള്ള ഏറ്റവും വിലപ്പെട്ട സമയമാണ്. നിങ്ങൾ നടത്തിവന്ന പരിശ്രമങ്ങൾ ഇപ്പോൾ കൃത്യമായ ദിശയിലേക്ക് തിരിയുന്നു. നിങ്ങൾ കാണുന്ന ചെറിയ അവസരങ്ങൾ വിജയത്തിന്റെ വലിയ പടവുകളാണ്. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ ഇടപാടുകൾ വലിയ ഫലങ്ങൾ നൽകും. അത് അപ്രതീക്ഷിതമായിരിക്കും. നിങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത വഴികളിൽ നിന്നാണ് കാശും അംഗീകാരവും എത്തുന്നത്. എന്തോ ഒരു പഴയ കടമ തീർക്കാനുള്ള സമയമാണ് ഇതു.
നിങ്ങൾ വർഷങ്ങളായി അനുഭവിച്ച പരാതിയും ഭാരം നിറഞ്ഞ കടപ്പാടുകളെയും ഒരു പക്ഷേ ഈ ദിവസങ്ങളിൽ തീർക്കാൻ കഴിയും. അതെ, അതൊരു വിമോചനമാണ്. പ്രപഞ്ചം നിങ്ങളുടെ ഭാരങ്ങൾ തലയിലേതുപോലെ കാണുന്നില്ല. അത് അവയെ നിങ്ങളിൽ നിന്ന് മാറ്റുകയാണ്. നിങ്ങളുടെ ചിന്തകളിൽ ക്ഷമയുടെ തരംഗം ഉയരുമ്പോൾ അതിനൊപ്പം പാപവിമോചനവും സംഭവിക്കുന്നു. സാനിയുടെ ശക്തി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് ഇനി നിങ്ങളുടെ വിരോധിയായില്ല. നിങ്ങളെ ഉരുക്കിപോലെ തീർത്തുവന്ന ആ പരീക്ഷണങ്ങൾ ഇപ്പോൾ ഫലമായാണ് മാറുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരുന്നു. കൂട്ടുകാർക്ക് നേതൃത്വം നൽകാനുള്ള ശേഷി നിങ്ങളിൽ വളരുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് ഇപ്പോൾ കരുത്തുണ്ട്. അതുകൊണ്ട് പ്രപഞ്ചം നിങ്ങളെ പടിപടിയായി ഉയർത്തുകയാണ്. രഹസ്യമായിട്ടാണ് ഗുരു ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൂട്ടുന്നത്. പ്രതിഫലം നിങ്ങൾ കാണുന്നില്ലെങ്കിൽ പോലും അത് അടിത്തറയിൽ തൊഴുതുപിടിക്കുന്നു. നിങ്ങൾ ഉറങ്ങുമ്പോൾ ഗുരു നിങ്ങളുടെ വരുംദിനങ്ങളിൽ നിന്ന് കഠിനത നീക്കിക്കൊടുക്കുന്നു. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ സന്തോഷതരംഗങ്ങൾ ഉണ്ടായിരിക്കുക. വെള്ളം പോലെ ഒഴുകുന്ന സുരക്ഷയുടെ അനുഭവം. കുടുംബരംഗത്തിൽ ആഴമുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകാം. കഴിഞ്ഞ രീതികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തുറന്നതരം ഹൃദയബന്ധം ഉയരുന്നു. ഒരുപാട് വർഷങ്ങൾക്കു ശേഷം കുടുംബത്തിലെ ഒരാളുമായി ആഴത്തിൽ സംസാരിക്കാൻ കഴിയുന്ന അനുഭവം അദ്ഭുതമാകും. പഴയ തെറ്റിദ്ധാരണകളെ പരിഹരിക്കുന്ന ഒരു ആത്മീയ മധുരതരംഗം ഉണ്ടാകും. ചില കർക്കടക രാശിക്കാർക്ക് ഇനി പുത്തൻ സഞ്ചാരങ്ങൾ ഉണ്ടാകും. യാത്രകളും മാറ്റങ്ങളും പ്രവചിക്കാവുന്ന ഘട്ടം ഇതാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഉറച്ച സാധ്യത തുറക്കുന്നു. ദൂരപ്രദേശത്തു നിന്നുള്ള സഹായം, ഒരു വിസ പ്രശ്നം പരിഹരിക്കൽ, അല്ലെങ്കിൽ പുതിയ അവസരം ലഭിക്കുക, ഇതുപോലെയുള്ള ചില അദ്ഭുതങ്ങൾ അടുത്ത 30 ദിവസത്തിനുള്ളിൽ വ്യക്തമായി തെളിയും. ബന്ധങ്ങളിൽ ആത്മീയതയുടെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നു. നിങ്ങൾ അവരുടെ കണ്ണുകളിലൂടെ നിങ്ങളുടെ പഴയ ജീവിതം കാണും. ഈ തിരിച്ചറിവുകൾ വളരെ ശക്തമായ വികാരങ്ങൾ ഉണർത്തും. ചില രാത്രികൾ അതിനാൽ കരച്ചിലും അനുഭവപ്പെടും. പക്ഷേ ആ കണ്ണീർ സ്വർഗത്തിന്റെ നന്മ കൊണ്ടുവരുന്ന വെള്ളമാണ്. അത് കഴുകി നീക്കി നിങ്ങളെ ശുദ്ധമാക്കുന്നു. പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളുടെ ആത്മീയായുധങ്ങൾ ശക്തമാക്കുകയാണ്. പഴയ പാപാനുസൃതമായ ഭയങ്ങൾ നീങ്ങിപ്പോകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ആകാശത്തിനോട് നേരെയായിരിക്കും, ഇടയിൽ തടസ്സങ്ങളില്ലാതെ. അതാണ് ചന്ദ്രന്റെ അനുഗ്രഹം. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ആ അനുഗ്രഹം പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ അപ്രതീക്ഷിതമായി ഉണരുന്നത് ഒരു നല്ല വിചാരത്തോടൊപ്പം. അത് വെറും മനസ്സല്ല, പ്രപഞ്ചത്തിന്റെ മറുപടിയാണ്. കർമ്മം ഇപ്പോൾ പൂർത്തീകരിക്കുന്നു. നിങ്ങൾ ചെയ്യാത്തതും നിങ്ങളെ ബാധിച്ചിരുന്നതും എല്ലാം ഇപ്പോൾ തീരുന്നു. ഇനി തുടങ്ങുന്നത് ശുദ്ധമായ ഘട്ടമാണ്. അതുകൊണ്ട് മനസ്സിൽ ബുദ്ധിമുട്ടുള്ള ഓർമ്മകൾ വന്നാൽ അതിനെ തടയരുത്, അത് വിടുക. വിടുമ്പോൾ പ്രപഞ്ചം നിറയ്ക്കും അതിന്റെ സ്ഥലം പുതിയ അനുഗ്രഹങ്ങളാൽ. ചില അപൂർവഘട്ടങ്ങളിൽ നിങ്ങളെ ജീവിതത്തിന്റെ തന്നെ ദിശമാറ്റം അനുഭവപ്പെടും. അത് ഒരിക്കൽ മാത്രമേ സംഭവിക്കൂ, ഒരു തലമുറയിൽ ഒരിക്കൽ. അതിന്റെ അടയാളങ്ങൾ നിങ്ങളെ വിറപ്പിക്കും. അപ്രതീക്ഷിതമായി ഒരു വാതിൽ തുറക്കുകയും നിങ്ങളുടെ ആത്മാവിൽ വെളിച്ചം നിറക്കപ്പെടുകയും ചെയ്യും. അത് ആത്മീയ പുനർജന്മമാണ്. അതിനുശേഷം നിങ്ങളെ പഴയതുപോലെയായിരിക്കുക അസാധ്യം. നിങ്ങളിൽ ആഗ്രഹങ്ങൾ ഉരുൾകെട്ടുപോലെ വളരുകയാണ്. പക്ഷേ പ്രപഞ്ചം ഇപ്പോൾ അവയെ തുല്യതയിലാക്കുകയാണ്. ശരിയായ സമയത്ത് ശരിയായ കാര്യം, അതാണ് ഇപ്പോൾ നടക്കുന്ന കളി. അതുകൊണ്ട് ക്ഷമയോട് മുന്നോട്ടു പോകൂ. നിങ്ങൾ ഉറങ്ങുമ്പോഴും പ്രപഞ്ചം നിങ്ങളുടെ വഴികൾ പണിയുന്നുണ്ടെന്ന് ഓർക്കുക. അവിടെയാണത് നിശബ്ദമായി തീർച്ചയായുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 7 ദിവസങ്ങൾ തികച്ചും ശക്തമായവയാണ്. നിങ്ങൾക്ക് ഒരു പുതിയ വാർത്ത ലഭിക്കും. അത് നിങ്ങളുടെ ഹൃദയം നിറയ്ക്കും. ആ സന്തോഷം നിങ്ങൾ കടന്ന എല്ലാത്തിനുമുള്ള പ്രതിഫലമാണെന്ന് തിരിച്ചറിയും. അത് വന്നപ്പോൾ നന്ദി പറയുന്നത് മറക്കരുത്. പ്രപഞ്ചം നന്ദി കേൾക്കുമ്പോൾ അതിന്റെ പാതകൾ കൂടുതൽ തുറക്കും. ഇനി നിങ്ങൾ വേണ്ടത് ആത്മവിശ്വാസമാണ്. പ്രപഞ്ചം നിങ്ങളെ മുതിർന്ന ആത്മാവായി കാണുന്നു. നിങ്ങൾ ഇപ്പോൾ വിധിയുടെ രൂപമാണ്. നിങ്ങളെ അവഗണിച്ചവർക്കും ഇപ്പോൾ നിങ്ങളെ അംഗീകരിക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. ആ ഘട്ടം നിങ്ങൾക്കായി തന്നെ പണിയപ്പെട്ടതാണ്. കർക്കടകം രാശിക്കാരെ, ഇനി നിങ്ങൾ കടക്കുന്ന വഴിയാണ് ജീവന്റെ പുനർജന്മം. പ്രപഞ്ചം നിങ്ങളെ ഉറക്കത്തിലൂടെ തന്നെ പഠിപ്പിക്കുന്നു അപ്രത്യക്ഷമായ ദൈവിക രഹസ്യം. സ്വപ്നങ്ങളിൽ കാണുന്ന ഓരോ പ്രതീകവും ഇപ്പോൾ യഥാർത്ഥ ജീവിതത്തിലെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനാൽ അവയെ അവഗണിക്കരുത്. ചില സ്വപ്നങ്ങൾ വെറും മനസ്സിന്റെ കളിയല്ല, അവ പ്രപഞ്ചത്തിന്റെ വാക്കുകളാണ്. നിങ്ങൾക്കായി എഴുതപ്പെട്ട തീർച്ചകൾ. നിങ്ങളുടെ ആത്മാവിനെ ഇപ്പോൾ സംരക്ഷിക്കുകയാണ് ഗുരു. അവൻ നിങ്ങളുടെ വഴികളിൽ നിന്ന് അപകടങ്ങളെയും തെറ്റായ തീരുമാനങ്ങളെയും മാറ്റുകയാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ നടുക്കം അനുഭവപ്പെടുന്നത്. അത് പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മ മുന്നറിയിപ്പാണ്. അതിനെ ഭയമായല്ല, ദിശയെന്ന നിലയിൽ കാണും.
ഒരു പ്രകാശം, മുന്നോട്ടുള്ള വഴികാട്ടി. സാനി ഇപ്പോൾ നിങ്ങളെ അകത്തുനിന്ന് ഉറപ്പിക്കുന്നു. നിങ്ങൾ നേരിട്ട ദുരിതങ്ങൾ ഇനി പിന്നെ ആവർത്തിക്കില്ല. കാരണം നിങ്ങൾ അവയെ മനസ്സിലാക്കി, അതിൽ തീർന്നില്ലാതെ വളർന്നു. ഇനി സാനി നിങ്ങളുടെ കയ്യിൽ പ്രഭാവം നൽകുകയാണ്: സഹനശക്തി, ജ്ഞാനം, ദീർഘദർശിത്വം. ഈ മൂന്നും ചേർന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഭാവിയെ തീർക്കാനാകും. രാഹുവിൻ്റെയും കേതുവിൻ്റെയും കളികളുടെ അവസാനഘട്ടമാണിത്. അവയുടെ മായം ഒടുക്കം മറയുമ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ യഥാർത്ഥ പ്രകാശം പുറത്തുവരും. അത് അത്ര ശക്തമായിരിക്കും, നിങ്ങളുടെ വാക്കുകളും മുഖഭാവവും വഴിയും എല്ലാം അതിൻ്റെ സ്വാധീനത്തിലിരിക്കും. മറ്റുള്ളവർക്ക് അത് ഒരു ആകർഷണശക്തി പോലെ തോന്നും. അവർ നിങ്ങളോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത 14 ദിവസങ്ങൾ പ്രപഞ്ചം ശക്തമായി ചലിപ്പിക്കുന്നു. ചിലർക്ക് പുതിയ അധ്യായം, ചിലർക്ക് അവസാനം കിട്ടാത്ത ഒരു മറുപടി, ചിലർക്ക് പുത്തൻ ബന്ധത്തിൻ്റെ തുടക്കം. എല്ലാം ദൈവികമായി ക്രമീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആശയക്കുഴപ്പം തോന്നുന്ന അതേ നിമിഷം തന്നെയാണ് പ്രപഞ്ചം തൻ്റെ വഴികൾ പണിയുന്നത്. അതുകൊണ്ട് സംശയിക്കരുത്. തിരികെ പോകാതിരിക്കുക. മുന്നോട്ട് നോക്കൂ. ധനം, തൊഴിൽ, ബന്ധങ്ങൾ, ആത്മീയത, ഈ നാലും തമ്മിൽ ഇപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ജീവിതം അസാധാരണമായ സന്തുലിതാവസ്ഥയിലേക്ക് പോകുന്ന ഘട്ടമാണിത്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളതെന്തും എളുപ്പത്തിൽ ലഭിക്കില്ലായെങ്കിലുമെങ്കിലും ഇപ്പോൾ അതിനു വേണ്ടി പ്രപഞ്ചം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉറപ്പുണ്ടാക്കൂ. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ഹൃദയമിടിപ്പ് തന്നെയാണ് പ്രപഞ്ചം വായിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക. എളുപ്പത്തിൽ വിട്ടുകൊടുക്കരുത്. കാരണം ഈ സമയത്ത് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഒരു മന്ത്രമായി മാറുന്നു. പ്രപഞ്ചം അതെല്ലാം രേഖപ്പെടുത്തുകയാണ്. അതിനാൽ ശരിയായ ആശയങ്ങൾ മാത്രം പോഷിപ്പിക്കുക. നെഗറ്റിവിറ്റി അല്പം പോലും അനുവദിക്കരുത്. ചന്ദ്രന്റെ പരിമളതരം ശാന്തത ഇപ്പോൾ നിങ്ങളുടെ മനം തേടുകയാണ്. അതിനെ സ്വീകരിക്കുക. ചിലർക്ക് ശാരീരികമായി ചെറിയ ദുർബലത അവശേഷിച്ചേക്കാം, പ്രത്യേകിച്ച് തളർച്ചയോ നെഞ്ചിൽ ഭാരം തോന്നലോ. അത് ആന്തരിക പുനർസംവിധാനത്തിന്റെ ഭാഗമാണ്. അവനെ ഭയപ്പെടേണ്ടതില്ല. വെള്ളം കൂടുതലായി കുടിക്കുക. പ്രകൃതിയോട് ചേർന്ന് ചില നിമിഷങ്ങൾ ചെലവഴിക്കുക. നിങ്ങളുടെ ശരീരം പ്രപഞ്ചത്തിന്റെ തരംഗങ്ങളുമായി ഒത്തുചേരട്ടെ. പ്രാർത്ഥനയിൽ ഒരു മാറ്റം കൊണ്ടുവരൂ. ഇനി അഭ്യർത്ഥിക്കരുത്, നന്ദി പറയൂ. എന്നെ ഇത്രയും കരുത്തോടെ തീർത്തതിന് എന്ന് പറഞ്ഞാൽ മതിയാകും. പ്രപഞ്ചം അത് കേൾക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങൾ ഏറെ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതാണ് രഹസ്യം. നന്ദി തന്നെയാണ് മഹത്തായ വാതിൽ തുറക്കുന്ന താക്കോൽ. നിങ്ങളുടെ വീടിനുള്ളിൽ വെളിച്ചം കൂട്ടൂ. നിശബ്ദമായ വൈകുന്നേരങ്ങളിൽ ഒരു ദീപം തെളിയിക്കുക. അതിൻ്റെ ജ്വാലയിൽ നിങ്ങളുടെ ആശയങ്ങൾ പറയുക. ആ ചെറിയ പ്രവൃത്തി പോലും പ്രപഞ്ചത്തിലേക്ക് ശക്തമായ തരംഗം അയക്കും. കാരണം കർക്കടകം രാശിക്കാരുടെ ഹൃദയം വെള്ള പോലെയാണ്, അത് വെളിച്ചം പ്രതിഫലിപ്പിക്കുന്നു. അതിനാൽ നിങ്ങൾ പറയുന്നത് പ്രപഞ്ചം നേരിട്ട് കേൾക്കുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയ ആത്മീയ നിർബന്ധം അനുഭവപ്പെടും: പഴയ പിഴവുകളെ പൊറുക്കണം. അതാണ് പ്രവേശൻ കവാടം. നിങ്ങളുടെ ആത്മാവിനെ ഭാരമില്ലാതാക്കുക. ഗരച്ചിൽ പേടിക്കരുത്. അത് പ്രപഞ്ചത്തിന്റെ സംഭാഷണമെന്നാണ് കാണേണ്ടത്. നിങ്ങൾ കരയുമ്പോൾ നക്ഷത്രങ്ങൾ നിമിഷത്തേക്ക് തിളക്കം കുറയ്ക്കും, നിങ്ങളുടെ വേദന കേൾക്കാൻ. അത്രയധികം ബന്ധം തന്നെയാണ് കർക്കടക രാശിക്ക് പ്രപഞ്ചത്തോടുള്ളത്. നിങ്ങൾ ഒരു അത്ഭുതത്തിന്റെ അരികിലാണ്. ഒരിക്കൽ മാത്രമേ സംഭവിക്കാവുന്ന, ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രമേ കാണാവുന്ന ആ അത്ഭുതം. നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിക്കൊള്ളുന്ന ഒരു സംഭവം. എന്നാൽ അത് നിങ്ങളെ തയ്യാറാക്കിയ ശേഷം മാത്രമേ സംഭവിക്കൂ. പ്രപഞ്ചം ഇനി യുദ്ധം തീർത്തു, നിങ്ങളുടെ വിജയത്തിന്റെ ആമുഖം തുടങ്ങുകയാണ്. അതിനാൽ ഈ നിമിഷം മുതൽ വിശ്വാസം കൊള്ളൂ. ആശങ്കകൾ പ്രപഞ്ചത്തിൽ വിടൂ. നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് വെറും ജീവിക്കലല്ല, നിങ്ങൾ കർമ്മത്തിന്റെ അവസാന പടവിൽ എത്തിയിരിക്കുന്നു. ഇനി താളം പ്രപഞ്ചം പാടുന്നു, നിങ്ങൾ അതിന്റെ സംഗീതത്തിനൊപ്പം സഞ്ചരിക്കുകയാണ്. ആകാശത്ത് നിങ്ങളുടെ രാശിനക്ഷത്രം ഇപ്പോൾ പ്രകാശിക്കുന്നു. അതിന്റെ നിറം മാറിക്കൊണ്ടിരിക്കുന്നു. നീലത്തിന്റെ ആഴത്തിൽ സ്വർണം ചേർന്ന് തെളിയുന്നു. അതാണ് അനുകൂല വികാസത്തിന്റെ അടയാളം. അതിനൊപ്പം നിങ്ങൾക്ക് ഉള്ളിൽ പുതിയ ധൈര്യം ജനിക്കുന്നു. പുതിയ ദിശയിലേക്ക് പോകാനുള്ള തൽപരത്വം. ജീവിതം നിങ്ങൾക്കു നൽകുന്ന അനുഭവങ്ങൾ എല്ലാം പ്രപഞ്ചത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കൂ. നിങ്ങളെ ഉറക്കത്തിൽ നിന്നും ഉണർത്താനായി പ്രപഞ്ചം ചിലപ്പോൾ പ്രഹരങ്ങൾ കൊടുക്കും, ചിലപ്പോൾ സമ്മാനങ്ങൾ നൽകും. പക്ഷേ ലക്ഷ്യം ഒരേ: നിങ്ങളെ തന്റെ അനന്തതയിലേക്ക് ചേർക്കാനുള്ള ശ്രമം. ഇപ്പോൾ നിങ്ങൾ ആ അനന്തതയുടെ അരികിൽ. വിശ്വാസത്തോടെ ഇടിയൂ. പ്രപഞ്ചം നിങ്ങളെ പിടിച്ചെടുക്കും. അവിടെ നിന്നാണ് എല്ലാ അനുഗ്രഹങ്ങളും ആരംഭിക്കുന്നത്. ദൈവികമായ ശ്വാസം, ആന്തരിക സമാധാനം, കർമ്മത്തിന്റെ പൂർത്തീകരണം. ഈ നിമിഷത്തെ ആശ്വസിക്കൂ. നിങ്ങളെപ്പോലെ വികാരശക്തിയുള്ളവർക്കായി പ്രപഞ്ചം ഒരിക്കലും മിണ്ടാതിരിക്കില്ല. അത് നിങ്ങളുടെ ഹൃദയം കേൾക്കുകയാണ്.
അതുകൊണ്ട് ഉറങ്ങൂ, വിശ്വാസത്തോടെ ഉറങ്ങൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ പദ്ധതികളായി മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിന്റെ പ്രിയപ്പെട്ട ദൂതനാണ്. ഭാഗ്യം നിങ്ങളുടെ പേരിൽ എഴുതപ്പെട്ടു കഴിഞ്ഞു. പ്രപഞ്ചം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഉറങ്ങുന്നപ്പോഴും ശ്വാസം എടുക്കുമ്പോഴും നിങ്ങൾ തന്റെ പ്രതിഭാസത്തിന്റെ ഭാഗമാകുന്നു. അതാണ് അദ്ഭുതം. അതാണ് ജീവിതം. അതാണ് കർക്കടകം രാശിയുടെ ദിവ്യരഹസ്യം.